السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികൾ, ലോകരക്ഷിതാവായ പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസിയുടെ ആനന്ദം എന്ന ഒരു വിഷയമാണ് നമുക്ക് സംസാരിക്കുവാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി, ഒരു മുസ്ലിം എന്ന നിലക്ക് നാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് എന്താണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. എന്താണ് ഖുർആൻ? നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു തആല അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കലാമാണ്, പടച്ച റബ്ബിൻ്റെ സംസാരമാണ്. നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് ചുറ്റുമുള്ള സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടിയോട് സംസാരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പലയിടങ്ങളിലായിട്ട് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ അത് എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ മറ്റ് ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ തരത്തിൽ അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാറ്റലോഗ് നമുക്കതിൻ്റെ കൂടെ ലഭിക്കും. അതുപോലെ മനുഷ്യനാവശ്യമായിട്ടുള്ള ഒരു കാറ്റലോഗാണ് പരിശുദ്ധ ഖുർആൻ. അതായത് അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കണം, എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ മാറി നിൽക്കണം, അവൻ്റെ പെരുമാറ്റം, കുടുംബത്തോടുള്ള അവൻ്റെ സമീപനം, സാമ്പത്തിക രംഗത്തുള്ള അവൻ്റെ പ്രവർത്തനങ്ങൾ, എങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതം എങ്ങനെ ധന്യമായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഒരു വേദഗ്രന്ഥം കൂടിയാണ് ജിബ്രീൽ അലൈഹി വസ്സലാത്തു വസ്സലാം മുഖേന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്സലാമക്ക് ലഭിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനമാണ്. സൂറത്ത് ഇബ്രാഹിം അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ് പരിശുദ്ധ ഖുർആനെ കുറിച്ച്, അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുവാൻ വേണ്ടി നിന്നിലേക്ക് അയച്ചിട്ടുള്ള വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. കിതാബുൻ അൻസൽനാഹു, നിന്നിലേക്ക് ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥം. ആ ഗ്രന്ഥം എന്താണത്? മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ആ വേദഗ്രന്ഥം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ വേദഗ്രന്ഥം അവതീർണമായിട്ടുള്ള ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതെ, ഷഹ്റു റമദാൻ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമദാനല്ല, ആ പരിശുദ്ധമായിട്ടുള്ള ഈ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, എന്തായിക്കൊണ്ട്? ഹുദൽ ലിന്നാസ്, ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക്, മനുഷ്യർക്ക് സന്മാർഗമായി കൊണ്ട് അവതരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്.
സത്യവിശ്വാസികൾക്ക് വേണ്ടി അവതരിപ്പിച്ചു എന്നല്ല, മുസ്ലിം സമുദായത്തിന് വേണ്ടി അവതരിപ്പിച്ചു എന്നല്ല, മറിച്ച് ഹുദൽ ലിന്നാസ്, എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടി അവതരിപ്പിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങൾ പഠിക്കുമ്പോൾ, ഓരോ ആയത്തുകൾ പഠിക്കുമ്പോൾ, ഓരോ സൂറത്തുകൾ പഠിക്കുമ്പോൾ, ആ സൂറത്തുകളും ഓരോ സൂറത്തുകളും ഓരോ ആയത്തുകളും ഓരോ ആശയങ്ങൾ, ഓരോ കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിൻ്റെ പഠനത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കണമെങ്കിൽ അത് പഠിച്ചേ മതിയാകൂ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير. നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യുക? അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്ക് ഒരു വട്ടമല്ല 2 വട്ടം നീ കണ്ണുകളെ മടക്കി മടക്കി അവൻ്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുക. എന്തിന്? നമ്മുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കുവാൻ. ഇത് എവിടെയാണ് പറയുന്നത്? പരിശുദ്ധ ഖുർആനിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ പരിശുദ്ധ ഖുർആനിലെ പല ഭാഗങ്ങളിലൂടെ അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ സൃഷ്ടാവിനെ യഥാരൂപത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, പടച്ച റബ്ബിൻ്റെ ആ കയറിനെ അഥവാ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാലേ ഇഹത്തിലും പരത്തിലും വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നാളെ പരലോകത്ത് ചോദിക്കും, അലം യഅതികും നദീർ, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നിട്ടില്ലേ എന്ന് നാളെ പരലോകത്ത് വെച്ച് ചോദിക്കും. താക്കീതുകാരൻ എന്ന് വെച്ചാൽ പ്രവാചകൻ മാത്രമല്ല, ഓരോ ദിവസവും നമുക്ക് താക്കീത് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ വാട്സപ്പുകളിൽ പല ഗ്രൂപ്പുകളിൽ നിന്നായിക്കൊണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണലായിക്കൊണ്ട് ഓരോ ഹദീസുകളും നേർവഴികൾ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ പഠന ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓരോ പോസ്റ്ററുകൾ നമുക്ക് അയച്ചു തരികയാണ് ഓരോരുത്തരും നമ്മുടെ വാട്സപ്പിലൂടെ. ഇതെല്ലാം നമുക്ക് ഓരോ നദീറുകളാണ്, ഓരോ താക്കീതുകളാണ്. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുന്നു, പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പഠിക്കുന്നു, ഹദീസുകൾ പഠിക്കുന്നു. ഇതൊക്കെ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന താക്കീതുകളാണ്. അലം യഅതികും നദീർ, നാളെ പരലോകത്ത് നമ്മോട് ചോദിക്കും, നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നിട്ടില്ലേ, താക്കീത് ലഭിച്ചിട്ടില്ലേ എന്ന് പഠിച്ച റബ്ബ് നമ്മോട് ചോദിക്കും. ഓരോ ദിവസവും പല രൂപത്തിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നൽകുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി അത് കാര്യങ്ങൾ പഠിക്കുകയും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. സഹോദരന്മാരെ, ഈ പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായിട്ടുള്ള ഈ മാസത്തിൽ പരിശുദ്ധ ഖുർആനെ കുറിച്ചും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ചും അർത്ഥതലങ്ങളെക്കുറിച്ചും ഒക്കെ എമ്പാടും മനസ്സിലാക്കുവാൻ നാം എല്ലാവരും സമയം കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുക? ഇസ്തിമ ആണ് ഒന്നാമതായിട്ടുള്ള കാര്യം, അതായത് കേൾക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ എല്ലാ യൂണിറ്റുകളിലും ആഴ്ചകൾ തോറും ഖുർആൻ ക്ലാസ്സുകൾ നടക്കാറുണ്ട്. ഖുർആൻ ഓരോ ആയത്തുകളും എടുത്ത് അതിൻ്റെ പാരായണ നിയമങ്ങളെടുത്ത് അതിൻ്റെ അർത്ഥവും വിശദീകരണവും എല്ലാം കൃത്യമായ രൂപത്തിൽ പഠിക്കുന്ന ക്ലാസ്സുകൾ നമ്മുടെ KKCയുടെ എല്ലാ യൂണിറ്റുകളിലും എല്ലാ ആഴ്ച തോറും നടക്കാറുണ്ട്. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ അവസരമാണ് സുഹൃത്തുക്കളെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളാണ്. ഇതൊക്കെ അള്ളാഹു എനിക്ക് നൽകിയ ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ ക്ലാസ്സുകൾ മാത്രമല്ല, വെള്ളിയാഴ്ച ഖുതുബകളിലൂടെയും മറ്റും പരിപാടികളിലൂടെയും ഒക്കെ ആയിക്കൊണ്ട് ഒരുപാട് ക്ലാസ്സുകളിലൂടെ ആയിക്കൊണ്ട് എമ്പാടും ഖുർആൻ പഠിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് അവസരം ലഭിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ നാവ് ഉച്ചരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് ഖുർആൻ്റെ പാരായണം എന്ന് പറയുന്നത്. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പാരായണ ഗ്രന്ഥം എന്ന് തന്നെയാണ് അർത്ഥം. നമ്മുടെ നാവ് ഉച്ചരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അത് പരിശുദ്ധ ഖുർആന്റെ പാരായണമാണ് സുഹൃത്തുക്കളെ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ഇഖ്റഉ അൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണേ.
പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അതിൻ്റെ ആളുകൾക്ക് ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, ഖുർആനിൻ്റെ അസ്ഹാബുകൾക്ക്, സാഹിബുകൾക്ക് ഖുർആൻ നാളെ ശുപാർശകനായിട്ട് വരുമെന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, എന്താണ് സാഹിബ് എന്ന പദത്തിൻ്റെ അർത്ഥം? സുഹൃത്ത് എന്നൊക്കെയാണ് അർത്ഥം. ഒന്ന് നോക്കുക, നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും? നമ്മുടെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്തിനോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും? വർഷത്തിലൊരിക്കലായിരിക്കും അവനെ നമ്മൾ കാണുന്നത്? അല്ല, എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ കൊണ്ട് സമയം കിട്ടുന്ന സമയത്തൊക്കെ അവനുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തും, അവനുമായിട്ടുള്ള ചങ്ങാത്തം നമ്മൾ കൂടും, അവൻ്റെ വിശേഷണങ്ങൾ നമ്മൾ അന്വേഷിച്ചറിയും. അങ്ങനെയുള്ള ബന്ധത്തിനാണ് നമ്മൾ സാഹിബ് എന്ന് പറയുക. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, അതിൻ്റെ സാഹിബിന്, ഖുർആനിൻ്റെ സാഹിബിന് ഖുർആൻ നാളെ ശുപാർശകനായിട്ട് വരുമെന്നുള്ളതാണ്. അപ്പോൾ റമദാൻ മാസം വന്നാൽ മാത്രം ഖുർആൻ ഓതുന്ന, അത് പഠിക്കുന്ന ആളുകൾ അതിൻ്റെ സാഹിബായി തീരോ? ഇല്ല, ഒരിക്കലുമില്ല. ഖുർആൻ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന, ഒരു ദിവസമെങ്കിലും ഒരു ആയത്തെങ്കിലും അതിൻ്റെ വിശദീകരണമോ അതിൻ്റെ അർത്ഥമോ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അങ്ങനെ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചുള്ള ഒരു ജീവിതമാണെങ്കിൽ മാത്രമേ ഖുർആനിൻ്റെ സാഹിബുകളിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വർഷത്തിലൊരിക്കൽ മാത്രം ഖുർആൻ എടുത്ത് ഓതുന്ന ആളുകളാണെങ്കിൽ നമ്മളൊരിക്കലും ഈ സാഹിബുകളിൽ ഉൾപ്പെടുകയില്ല എന്നുള്ളതാണ്. അത് നാം ഏറെ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ ഒരു നമസ്കാരം നമുക്ക് ഖളായി പോയി കഴിഞ്ഞാൽ പടച്ചതമ്പുരാനെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു വേദന നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അതുപോലെ ആയിരിക്കണം പരിശുദ്ധ ഖുർആനും. പടച്ചോനെ, ഇന്ന് ഞാനൊരു ആയത്ത് പോലും ഓതിട്ടില്ലല്ലോ, പടച്ചോൻ ഒരു പേജ്, ഒരു ആയത്ത് പോലും ഞാൻ ഇന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിയിട്ടില്ലല്ലോ, ഒരു ആയത്തിൻ്റെ അർത്ഥം പോലും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ഖേദം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സഹോദരന്മാരെ, ഒരു 30 ഇൻഷാ അള്ളാഹുവിൻ്റെ തൗഫീഖിനുണ്ടെങ്കിൽ 30 ദിവസം നമുക്ക് ലഭിക്കും. ഈ 30 ദിവസത്തിൽ ഒരു ദിവസം ഒരു ആയത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 30 ആയത്തുള്ള എമ്പാടും സൂറത്തുകളുണ്ട്. അതിലും കുറഞ്ഞ ആയത്തുകളുള്ള എമ്പാടും സൂറത്തുകളുണ്ട്. നമ്മൾ തീരുമാനിക്കുകയാണ് ഇന്ന് ഒരു 2 ആയത്ത് ഓരോ ദിവസവും പഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ റമദാൻ അവസാനിക്കുമ്പോഴേക്കും ഒരു സൂറത്തെങ്കിലും എനിക്ക് മനഃപ്പാഠമാക്കുവാൻ, അല്ലെങ്കിൽ ഒരു സൂറത്തിൻ്റെ അർത്ഥവും വിശദീകരണമെങ്കിലും എനിക്ക് പഠിക്കാൻ സാധിക്കും. അത് നമ്മൾ തീരുമാനിക്കുക. ഇന്നു മുതൽ ആരംഭത്തിലാണ്, നമ്മൾ റമദാനിൻ്റെ ആരംഭത്തിലാണ്. ഒരു ദിവസം ഒരു ആയത്ത് വെച്ച് റമദാനിൻ്റെ അവസാനം വരെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ റമദാൻ അവസാനമാകുമ്പോഴേക്കും ഒരു സൂറത്തെങ്കിലും മുഴുവനായിട്ടും ഹിഫ്ളാക്കുവാനും അതിൻ്റെ അർത്ഥവും വിശദീകരണം പഠിക്കുവാനും നമുക്ക് സാധിക്കും. സഹോദരന്മാരെ, ഓരോ സൂറത്തിലും ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ സൂറത്തും ഓരോ വിഷയങ്ങളാണ്, ഓരോ കാര്യങ്ങളാണ് നമ്മോട് പറയുന്നത്. നമുക്കറിയാം പല സൂറത്തുകൾ, ഓരോ സൂറത്തിനും ഓരോ പേരുകളാണ്. ആ പേരുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ, വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മോട്, മനുഷ്യനോട് ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമാണെന്ന് പറഞ്ഞ ആ മനുഷ്യരോട് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും പരിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ മാറ്റിവെച്ചാൽ അതൊരിക്കലും നമുക്ക് നഷ്ടമാകുകയില്ല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉപമിക്കുന്നത് എന്നുള്ളതാണ്. അഥവാ പരിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ, അത് പാരായണം ചെയ്യുവാൻ ഒരു മിനിറ്റാണ് നമ്മൾ മാറ്റിവെക്കുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങളാണ് നമ്മൾ മാറ്റിവെക്കുന്നതെങ്കിൽ പോലും അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. നഷ്ടപ്പെടുന്ന സമയമല്ല, അതിൻ്റെയൊക്കെ ഇരട്ടിയായിക്കൊണ്ട് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നുള്ളതാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വെച്ച് ഏതെങ്കിലും സൂറത്തിൽ വെച്ച ഏതെങ്കിലും സൂറത്തിൻ്റെ ഏതെങ്കിലും ഒരു ഹർഫ് നിങ്ങൾ പാരായണം ചെയ്താൽ ഫലഹു ഹസനത്തുൻ, അവന് നന്മയുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, അതിൽ ഓരോ നന്മ എന്ന് പറയുന്നത് 10 ഇരട്ടിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നിന്ന് ഒരു ഹർഫാണ് നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ പോലും അതിനൊക്കെ ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
അത് നമ്മൾ നോമ്പുകാരനായിരിക്കെ ആണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമെങ്കിൽ പോലും അത് ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. ഇനി നമുക്ക് പരിശുദ്ധ ഖുർആൻ നേരാവണ്ണം പാരായണം ചെയ്യാൻ അറിയില്ല. അങ്ങനെ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ട് തപ്പിത്തടഞ്ഞുകൊണ്ടാണ് ഒരാൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നെങ്കിൽ പോലും അവൻ അതിൻ്റെ ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ, അത് പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഇതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഒരുമിച്ച് കൂടുകയും അവിടെ വെച്ചാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് എങ്കിൽ, അത് മനസ്സിലാക്കുന്നതെങ്കിൽ അതിനൊക്കെ ഇരട്ടി പ്രതിഫലമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഖഫ്ഫത് അലൈഹിമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വമജ്തമഅ ഖൗമുൻ ഫീ ബുയൂത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഭവനത്തിൽപ്പെട്ട ഭവനത്തിൽ നിന്ന് ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പരസ്പരം പാരായണം ചെയ്യും, അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ശാന്തിയും സമാധാനവും അവർക്ക് ലഭിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വഗശിയതുഹുമുർ റഹ്മ, കാരുണ്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ആവരണം ചെയ്യും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയുകയും വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു, അല്ലാഹു അവൻ്റെ അരികിൽ സന്നിഹിതരായിട്ടുള്ള മലക്കുകളോട് അവൻ പള്ളിയിൽ വെച്ച് ഖുർആൻ പഠിക്കുന്ന, അത് മനഃപ്പാഠമാക്കുന്ന, അത് ചർച്ച ചെയ്യുന്ന ആളുകളെക്കുറിച്ച് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല സംസാരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിടത്ത് പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആരാണ്? നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരായിട്ടുള്ള ആളാണോ? അല്ല. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവനാണോ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ? അല്ല. മറിച്ച് സ്വാധീനമുള്ളവനാണോ നിങ്ങളിൽ ഉത്തമൻ? മറിച്ചല്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണ്? അത് പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളതാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ്റെ പഠനത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ്റെ പഠനമെന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ നാവ് ഉച്ചരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ്റെ പാരായണവും അതിൻ്റെ പഠനവുമൊക്കെ. ഇസ്ലാമിൽ അസൂയ അനുവദിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഒരാൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചു, ആ പഠിച്ച ഖുർആൻ അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം, പടച്ച തമ്പുരാനെ, എനിക്കും അതുപോലെ എമ്പാടും ഹിഫ്ദുണ്ട് എങ്കിൽ, എനിക്കും അതുപോലെ എമ്പാടും ഞാനും പഠിച്ചിരുന്നെങ്കിൽ എനിക്കും അതുപോലെ എഴുന്നേറ്റ് നമസ്കരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം. സഹോദരങ്ങളെ, അങ്ങനെ പരിശുദ്ധ ഖുർആൻ നമ്മൾ എമ്പാടും ഹിഫ്ളാക്കിയിട്ടുണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ, നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ നമ്മോട് പറയും, നീ പഠിച്ചത് നീ ഓദിക്കോ, നീ ഓത്, എന്നിട്ട് ഓരോ പദവികളും നീ സ്വർഗത്തിലേക്ക് നീ കടന്നു പോയിക്കൊള്ളുക എന്ന് പടച്ച തമ്പുരാൻ നമ്മോട് പറയും. അതാണ് നമ്മുടെ പരിശുദ്ധ ഖുർആൻ്റെ പഠനത്തിൻ്റെ പ്രാധാന്യം. അതാണ് അത് ഹിഫ്ളാക്കുന്നതിൻ്റെ പ്രാധാന്യം. അതാണ് അത് പരലോകത്ത് നമുക്ക് അത്രയും വമ്പിച്ച നേട്ടങ്ങളായി ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലുടനീളം, ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. സാമ്പത്തികമായിട്ടുള്ള രംഗത്ത്, കുടുംബരംഗത്ത്, അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത്, അതുപോലെ തന്നെ കച്ചവട രംഗത്ത് എങ്ങനെയാണോ പരിശുദ്ധ ഖുർആൻ നമ്മോട് ഇടപഴകുവാൻ പറഞ്ഞത് ആ രൂപത്തിലായിരിക്കണം. എല്ലാ രംഗവും പരിശുദ്ധ ഖുർആൻ നമ്മോട് പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുവാൻ നാം അതിനൊക്കെ ജീവിതത്തിൽ നമുക്ക് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളൊക്കെ നാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീടിലും ഒക്കെ ഖുർആനിൻ്റെ പാരായണവുമുള്ള, ഖുർആനിൻ്റെ പഠനമുള്ള ഒരു കുടുംബവും ഒരു വീടുമായിരിക്കണം നമ്മുടെ വീട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിറ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ.
നിങ്ങളുടെ വീട് ശ്മശാനങ്ങളെ പോലെ ആക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തജഅലൂ ബുയൂതകും മഖാബിറ. എന്താണ് ശ്മശാനങ്ങളെ പോലെ നിങ്ങളുടെ വീടുകൾ ആക്കരുത് എന്ന് പറഞ്ഞാൽ? ശ്മശാനങ്ങൾ, അവിടെ ഖുർആൻ പാരായണം ചെയ്യപ്പെടുകയില്ല. അതുപോലെ ആകരുത് നിങ്ങളുടെ വീടുകൾ, ശ്മശാനങ്ങളെ പോലെ ആയിത്തീരരുത്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വീട്, ഒരു കുടുംബം, ആ വീട്ടിലുള്ള ആളുകൾ പരസ്പരം സ്നേഹവും ഐക്യവും ആ വീട്ടിൽ സമാധാനവും ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ പരിശുദ്ധ ഖുർആന്റെ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു വീട്, ആ വീട്ടിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നില്ല, അത് പാരായണം ചെയ്യപ്പെടുന്നില്ല, അവിടെ പടച്ചറബിന്റെ കാരുണ്യം ഉണ്ടാകുകയില്ല, അവിടെ സമാധാനം ഉണ്ടാകുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ അല്ലദീ ഇന്ന അസ്ഫറൽ ബുയൂത്ത് അല്ലദീ അസ്ഫറ മിൻ കിതാബില്ലാഹ്, വീടുകളിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള വീട് എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീടുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളും നമ്മുടെ കുടുംബത്തിലൊക്കെ ഖുർആനിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണോ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് സമാധാനം വേണോ, ശാന്തി വേണോ, നമ്മുടെ ജീവിതത്തിൽ കാരുണ്യമാണോ, പടച്ചറബിൻ്റെ റഹ്മത്ത് നമുക്ക് ആവശ്യമാണോ? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പടച്ചറബിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ നമ്മുടെ മനസ്സുകൾ ശാന്തമായി തീരുകയില്ല എന്നുള്ളതാണ്. പടച്ചറബിനെ കുറിച്ചുള്ള സ്മരണ, അതാണ് പരിശുദ്ധ ഖുർആന്റെ പാരായണം, അതിൻ്റെ പഠനം എന്നൊക്കെ പറയുന്നത്. അത് ജീവിതത്തിലുടനീളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മൾ. പടച്ചറബെ ഖുർആൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിച്ച് മരിക്കുവാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണമേ എന്ന് നമ്മൾ പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ നമുക്കെമ്പാടും പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹസ്നി വദഹാബ ഹമ്മി. ഇതൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി, നാദാ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തീർക്കണേ. വനൂറ സദ്രി, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കി തീർക്കണേ, എൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചമാക്കി തീർക്കണേ. വജലാഅ ഹുസ്നി, അത് എൻ്റെ ദുഃഖത്തിന് പരിഹാരമാക്കി തീർക്കുകയും വദഹാബ ഹമ്മി, എൻ്റെ മനോവേദനകളെ നീക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇഹത്തിലും പരത്തിലും വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും. എമ്പാടും അവസരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാ ദിവസവും നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും 5 നേരം നമസ്കാരം പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്ന ആളുകളാണ്. ആ 5 നേരം നമസ്കാരത്തിന് ശേഷം ഒരു ആയത്ത് പഠിക്കുവാൻ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കും. ഇന്നലെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പിന്നീട് അതൊക്കെ ചെയ്യാമെന്ന് കരുതി കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരുപക്ഷെ നമുക്ക് സാധിക്കുകയില്ല. നമുക്കറിയില്ല എപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് ഞാനും നിങ്ങളും വിട പറഞ്ഞു പോകേണ്ടത്. നമുക്കറിയില്ല, ഒരു ആത്മാവിനും അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയി അർദിൻ തമൂത്. ഒരു മനുഷ്യനും അറിയില്ല നാളെ അവൻ എന്ത് സമ്പാദിക്കും, നാളെ അവൻ എന്ത് ചെയ്യും, ഒരാൾക്കും അറിയില്ല. പല കാര്യങ്ങളും ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ നമ്മൾ വിചാരിച്ച ഒരു സംഗതി, നമ്മൾ തീരുമാനിച്ച ഒരു കാര്യം നമ്മളെ കൊണ്ട് സഫലീകരിക്കുവാൻ സാധിക്കുമോ നമുക്കറിയില്ല. അത്രമാത്രമേ ഉള്ളൂ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം. ഒരായത്താണ് പഠിക്കുവാൻ നമുക്ക് അവസരം കിട്ടുന്നതെങ്കിൽ, അതിൻ്റെ വിശദീകരണമാണ് പഠിക്കാൻ അവസരം കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരിക്കലും നാളേക്ക് അല്ലെങ്കിൽ പിന്നീട് എന്ന് പറഞ്ഞ് നമ്മൾ സമയം നീട്ടിവെക്കരുത്. നമുക്കറിയില്ല എപ്പോഴാണ് ഇവിടെ വന്ന് വിട പറഞ്ഞു പോകേണ്ടത്, നമുക്കറിയില്ല. എപ്പോഴും ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ ഒരു സമയം, ആ മരണത്തെ നേരിൽ കാണുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും പടച്ചതമ്പുരാനെ എനിക്ക് അവസരം ഉണ്ടായിരുന്നല്ലോ, എമ്പാടും കാര്യങ്ങൾ പഠിക്കാൻ അവസരം ഉണ്ടായിട്ട് കിട്ടിയിട്ട് ലഭിച്ചിട്ടുണ്ടല്ലോ,
പക്ഷേ അതൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് ആ മരണത്തെ നേരിൽ കാണുന്ന സാഹചര്യത്തിൽ ഓരോ മനുഷ്യനും ബോധ്യപ്പെടും. അത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജ്ലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. ആ മരണത്തെ നേരിൽ കാണുന്ന ഒരു സാഹചര്യം പരിശുദ്ധ ഖുർആൻ അത് വിവരിക്കുകയാണ്. ആ മരണത്തെ നേരിൽ കാണുമ്പോൾ ഓരോ മനുഷ്യന്റെ മനസ്സിലേക്കും അവൻ ജീവിച്ച് തീർത്ത 10-40 വർഷം ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരും. പടച്ച തമ്പുരാനെ, എൻ്റെ ഈ 10-40 വർഷത്തിനുള്ളിൽ എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്? എൻ്റെ അമല സാലിഹാത്തുകൾ, എൻ്റെ സമ്പത്ത് ഞാൻ എങ്ങനെയാണ് ചെലവഴിച്ചിട്ടുള്ളത്? എൻ്റെ ഓരോ ദിനരാത്രങ്ങളും എന്തിലാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്? എൻ്റെ പരിശുദ്ധ ഖുർആനോടുള്ള എൻ്റെ സമീപനം, എൻ്റെ നമസ്കാരം, എൻ്റെ നോമ്പ് എങ്ങനെയാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യനും ആ ഒരു നിമിഷം എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോഴായിരിക്കും പടച്ച തമ്പുരാനെ, എൻ്റെ കൈകൾ നിന്നെ കണ്ടുമുട്ടുവാൻ എൻ്റെ കൈകളിൽ ഒന്നുമില്ലല്ലോ എന്നുള്ള ശൂന്യത അപ്പോഴായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പോൾ ഓരോ മനുഷ്യനും പടച്ച റബ്ബിനോട് ആവലാതിപ്പെടും. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. നാദാ, ഒരു നിമിഷം, ഒരു സെക്കൻഡ്, ഒരു കുറച്ച് നിമിഷമെങ്കിലും എനിക്ക് അവധി നീട്ടിത്തരികയാണ് എങ്കിൽ സ്വതക്കകൾ ചെയ്തുകൊണ്ട് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാമെന്ന് ഓരോ മനുഷ്യനും പടച്ച റബ്ബിനോട് ആവലാതിപ്പെടും. പക്ഷേ ആ ഒരു നിമിഷം എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനോ അത് പാരായണം ചെയ്യുവാനോ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ പടച്ച നമുക്ക് നൽകിയ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനോ പിന്നീട് ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു നൽകിയിട്ടുള്ള ഈ ആയുസ് കുറച്ചാണെങ്കിൽ പോലും നാളെ പരലോകത്ത് നമ്മൾ പടച്ച റബ്ബിനോട് പറയും, 1-2 ദിവസം, കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഞാൻ ഈ ലോകത്ത് ജീവിച്ചത് എന്ന്. അതേ സഹോദരന്മാരെ, നമുക്ക് ഈ ലോകത്തെ 10-40 വർഷം എത്രയാണോ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്, അതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞു പോകുന്നത് പോലെ ഈ ദുനിയാവിൽ നിന്ന് കഴിഞ്ഞു പോകും. ആ കുറച്ച് നിമിഷത്ത് എമ്പാടും നന്മകൾ നേടിയെടുക്കുവാൻ പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുക. അങ്ങനെയാണെങ്കിൽ ഇഹത്തിലും പരത്തിലും വിജയം കൈവരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഖുർആൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതം മെച്ചപ്പെടുത്തുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ കൊണ്ട് നാളെ പരലോകത്ത് വമ്പിച്ച വിജയം കൈവരിക്കുന്ന ആ ഖുർആനിൻ്റെ സാഹിബുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.